Hi friends, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു റെഡിമെയ്ഡ് ടോപ്പിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 3/4 മീറ്റർ ക്രേപ്പ് ഫാബ്രിക് ആണ്. ഇവിടെ ഫ്രണ്ടും ബാക്കും ഞാൻ ഇതുപോലെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ അതിൻ്റെ വീതി വരുന്നത് 8 ഇഞ്ചും ഫ്രണ്ട് ടോപ്പിന് 13 ഇഞ്ചും ആണ് വേണ്ടത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 16 ഇഞ്ച്, തയ്യൽ തുമ്പ് അടക്കമാണ് 16 ഇഞ്ച് എടുക്കേണ്ടത്. ഫ്രണ്ട് പീസിൽ നമ്മൾ ഇവിടെ ഫ്ലീറ്റ്സ് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വീതിയുള്ള തുണി എടുക്കുന്നത്. ഇതിനെ ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കി. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് ഭാഗത്തെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ മടക്കി ഇവിടുന്ന് ഒരു 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ഫ്ലീറ്റ്സ് ഇടുന്നത്. അപ്പോൾ ഒരു 5 ഇഞ്ചിൽ, അതായത് 10 ഇഞ്ച് ടോട്ടൽ വരും. ഇനി ഇവിടുന്ന് നമുക്കിതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗം ഫുള്ളും ഫ്ലീറ്റ്സിന് വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗം ഞാൻ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇനി ഇവിടെ നിന്നായിരിക്കും ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് നെക്കിൻ്റെ വീതി, അതായത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ്. അതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി ഇവിടുന്ന് കൈക്കുഴി വരയ്ക്കുകയാണ്. ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ 4/1 6 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ ടോട്ടൽ ലെങ്ത്ത് 16 ഇഞ്ചാണ്. അപ്പോൾ 15 ഇഞ്ചിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുമ്പോൾ നമുക്ക് 16 ഇഞ്ച് കിട്ടും. ഇനി ഇവിടുത്തെ വണ്ണം വരുന്നത് 6.5 ഇഞ്ചാണ്. അതിവിടെ അടയാളപ്പെടുത്താം. ഇനി 2 പോയിൻറ്റ്സും നമുക്കിതുപോലെ ജോയിൻ ചെയ്യാം. ഭാഗത്താണ് നമ്മൾ ഫ്ലീറ്റ്സ് വരുന്നത്, അതായത് 5 ഇഞ്ച്. ഇനി നമുക്ക് ഇവിടെയാണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ഒരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതുപോലെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്ത് തന്നെ ഇതുപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അത് നമ്മൾ തെറ്റിപ്പോവരുത്. നെക്കിൻ്റെ അവിടെയായിട്ടാണ് നമ്മൾ ഫ്ലീറ്റ്സ് വരുന്നത്. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയായിട്ട് ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഫ്ലീറ്റ്സ് ഇട്ട ശേഷം ഇവിടുത്തെ വീതി വരേണ്ടത് 5 ഇഞ്ചാണ്. അതായത് നമ്മൾ 2.5 ഇഞ്ചിൻ്റെ നെക്ക് വിട്താണ്. അപ്പോൾ 2.5 + 2.5 നമുക്ക് 5 ഇഞ്ച് കിട്ടും. അപ്പോൾ അതുണ്ടോ നോക്കണം. അതുപോലെ നമ്മൾ ഫ്ലീറ്റ്സ് ഇടണം കേട്ടോ. ഇവിടെ എന്നിട്ട് ഫ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം. നല്ല വെസ്റ്റ് ഇതുപോലെ ലൈനിങ് പീസിൻ്റെ നെക്കും സ്ലീവ്സും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നെക്കിൻ്റെ ഈ ഒരു ഭാഗം അടിച്ചു പോവാം. സ്ലീവ്സ് അടിക്കേണ്ട, നമ്മളവിടെ പൈപ്പിംഗ് വയ്ക്കേണ്ട. ഇപ്പോൾ ലൈനിങ് ഞാൻ തയ്ച്ചു. നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിടാം. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടും. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈനിങ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബട്ടൺസ് വയ്ക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ നെക്ക് നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു വി ഷേപ്പിൽ നമുക്ക് തയ്ച്ച് പോവാം. അപ്പോൾ ബാക്ക് പീസിന് നല്ല വശത്ത് വേണം ലൈനിങ് വയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കും ആ ബട്ടൺസ് വയ്ക്കാനുള്ള ഒരു ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ല വശത്തേക്ക് നമുക്ക് മറിച്ചിടാം. ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും നമ്മൾ ലൈനിങ് വെച്ചു. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് പോലെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഷോൾഡർ ജോയിൻ ചെയ്യുക. അതുപോലെ ഈ ഒരു വശം ജോയിൻ ചെയ്യുകയാണ്. നമുക്ക് ഏത് തുണി വെച്ചും നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്യാം കേട്ടോ. അതിപ്പോൾ ക്രേപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കോട്ടണിലും ചെയ്തെടുക്കാം. ഉടുപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ നെക്കിൻ്റെ മുകളിലൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം.
അതിനുശേഷം നമുക്ക് സ്ലീവ്സിൻ്റെ അവിടെ പൈപ്പിംഗ് വയ്ക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് സാധാരണ പൈപ്പിംഗ് വയ്ക്കുന്ന പോലെ 2 കൈക്കുഴിയിലും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൈക്കുഴിയിലെല്ലാം നമ്മൾ പൈപ്പിംഗ് വെച്ച് കഴിഞ്ഞു. ഇനി ഈ ഫ്ലീറ്റ്സ് നമ്മളിതൊന്നൊന്ന് ജസ്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ആ ഫ്ലീറ്റ്സ് ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കും. ഇനി ഇതിനിതുപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് 2 സൈഡും നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് കൈക്കുഴിയും ചെസ്റ്റ് അളവും എല്ലാം അതുപോലെ മാർക്ക് ചെയ്യാം. താഴെ 12 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ചെയ്യാം. 15 നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഇവിടെ 2 സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഇപ്പം ഞാൻ നല്ല വശത്തേക്ക് മറിച്ചിട്ടേക്കാണ്. അപ്പോൾ ആ ഫ്ലീറ്റ്സിൻ്റെ അവിടെയായിട്ട് ഞാൻ കുറേ സ്റ്റോൺസുകൾ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ എംബ്രോയ്ഡറികൾ അറിയുന്നവരാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ചെറിയ ഫ്ലവേഴ്സ് ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് വയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ഒരു ബാൻഡ് പോലെ കെട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി ഇതുപോലെ ഒരു പീസ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 5 ഇഞ്ചാണ്. 27 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 പീസും ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് ഈ ഒരു ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം വേണ്ടാത്തവർക്ക് വെറുതെ ടോപ്പ് മടക്കി തയ്ച്ചാൽ മതി. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ബാൻഡ് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിന് ഇതുപോലെ നല്ല വശത്തേക്ക് ഇതുപോലെ ജസ്റ്റ് മടക്കാം. ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ വയ്ക്കുകയാണ്. എന്നിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ ഭാഗം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കവിടെ അതിൻ്റെ ചുറ്റും അടിച്ചു പോവാം. അപ്പോൾ അവിടെ ഞാൻ ഒരു പിൻ കുത്തിയിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ ഫ്ലീറ്റ്സിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ കൊണ്ടുവരിക. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് തയ്ക്കാം. അപ്പോൾ ടോപ്പിൻ്റെ താഴ്ഭാഗത്തുള്ള വീതി എത്രയാണോ അതിനേക്കാളും ഒരു 10 ഇഞ്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ കെട്ടിടാനുള്ള ഒരു തുണിയും കൂടി കിട്ടുള്ളൂ. പിന്നെ ബാക്കിൽ ഇതുപോലെ തന്നെ പീസ് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടം വരെ വെച്ച് അത് നിർത്തണം. അവിടെ ഇവിടം വരെയാണ് അത് നിർത്തേണ്ടത്. ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു വശം വരെ നിർത്താം. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി ഭാഗം ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇത്ര ഭാഗമാണ് താഴേക്ക് ഇതുപോലെ കിടക്കുന്നത്. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ തുണി നീളത്തിലെടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി ഉണ്ട്, അതായത് ബാക്ക് വശത്തെ. അപ്പോൾ അത് ഇതുപോലെ അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ വയ്ക്കുക. എന്നിട്ട് എവിടെയാണോ നമ്മൾ തുടങ്ങിയത് അവിടേക്ക് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അപ്പോൾ ഇവിടെ ഫ്രണ്ടും ബാക്കിലും ഞാൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്കിതുപോലെ തിരിച്ചിടാം. അപ്പോൾ ഇതുപോലെയാണ് അത് കിടക്കുന്നത്. ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിന് മുകളിലൊന്ന് അടിച്ചെടുക്കാം. ഇനി ബാക്കി ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് ആക്കുക. അതുപോലെ ഈ താഴത്തെ ഈ ഒരു ഭാഗം കൂടി ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒരുമിച്ച് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റു പീസും അടിച്ചെടുക്കുകയാണ്. ഇവിടെ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണത്. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.